ഇടുക്കി കാളിയാറിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികനെ ആക്രമിച്ച് കൈയൊടിച്ച കേസിൽ നടപടി വൈകുന്നതായി പരാതി. മെയ് 1-ാം തീയതി കാളിയാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് നടപടി വൈകുന്നത്. മുള്ളരിങ്ങാട് സ്വദേശി മേട്ടൂർ രാജപ്പനെ ആക്രമിച്ച് കൈയൊടിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് സംഭവം. ജാതി അധിക്ഷേപം നടത്തുകയും വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീകൾ ഉൾപ്പെടെ 4ഓളം പേർ ചേർന്ന് മർദ്ദിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തുവെന്നാണ് രാജപ്പന്റെ ആരോപണം. ആക്രമണത്തെ തുടർന്ന് ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നതായും രാജപ്പൻ പറയുന്നു. ഇതിന്റെ മുറ്റത്തേക്ക് വന്നപ്പോൾ ഒരു പ്രകോപനമില്ലാതെ 4 പേര്, ചാക്കോച്ചനും ചാക്കോച്ചന്റെ മകൻ സനീഷും ചാക്കോച്ചന്റെ മൂത്ത മകന്റെ ഭാര്യ ചിഞ്ചു, പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ അകലെ താമസിക്കുന്ന മറ്റേ അജീഷ് ഷൈജു കൊച്ചുപറമ്പിൽ എന്നെ ആളും കൂടി യാതൊരു പ്രകോപനമില്ലാതെ എന്നെ അടിക്കുകയും തല്ലുകയും എൻ്റെ 12 അടി താഴ്ചയുള്ള എൻ്റെ മുറ്റത്തിൻ്റെ അടിയിലേക്ക് തള്ളി വിടുകയും അതിനുശേഷം ഇവർ പോയി എന്ന് വിചാരിക്കാൻ കയറി വരുമ്പോൾ ഇവർ ഇരുട്ടത്ത് മറവിൽ നിന്നുകൊണ്ട് എന്നെ വീണ്ടും അടിക്കുകയും ചാക്കോച്ചൻ പിടിച്ചു നിർത്തുകയും സനീഷ് എൻ്റെ കൈ തല്ലി ഒഴിക്കുകയും ഉണ്ടായി. അതിനുശേഷം ഞാൻ തൊടുപുഴ താലൂക്ക് ആശുപത്രി ചെല്ലുകയും അവർ പരുക്ക് ഗുരുതരമായതുകൊണ്ട് അവിടുന്ന് എന്നെ റെഫർ ചെയ്യുകയും ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ 12 ദിവസം ചികിത്സയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അട്രോസിറ്റി ആക്ട് പ്രകാരം നമ്മൾ DYSPക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും എന്നാൽ ഈ പരാതി പ്രകാരം പോലീസ് ഇതേവരെ കേസെടുക്കാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ഉള്ള സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സംഭവം നടന്നിട്ട് 1 മാസം കഴിഞ്ഞു. സംഭവത്തിൽ കാളിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുള്ളരിങ്ങാട് വെള്ളക്കയം അമ്പാട്ടുകുന്നേൽ ചാക്കോച്ചനും ഇദ്ദേഹത്തിന്റെ മകനും മറ്റ് ബന്ധുക്കളും ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതികളെ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് രാജപ്പന്റെ ആരോപണം. സംഭവത്തിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് രാജപ്പന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.